വയനാട് കള്ളാടിയിൽ യുവതിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കാട്ടാനയെ കണ്ടെത്താനുള്ള വനം വകുപ്പിന്റെ ശ്രമം 7ാം ദിവസവും വിഫലം. കുങ്കിയാനകളെ ഉപയോഗിച്ചാണ് വനം വകുപ്പ് തെരച്ചിൽ തുടരുന്നത്. കഴിഞ്ഞ മെയ് 26-നാണ് കള്ളാടി ചൂണ്ടിവളവിൽ വെച്ച് പുത്തുമല സ്വദേശി ജെസ്സി കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തുടർന്ന് നാട്ടുകാർ മേപ്പാടി ടൗണിൽ നടത്തിയ പ്രക്ഷോഭത്തെ തുടർന്നാണ് ആനയെ കണ്ടെത്തി പിടികൂടാൻ തീരുമാനിച്ചത്. എന്നാൽ പിറ്റേ ദിവസം മുതൽ കുങ്കിയാനകളെ ഇറക്കി ആനക്കായി തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ഇതുവരെ കണ്ടെത്താനായില്ല. കുങ്കിയാനയെ മേപ്പാടി പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ആനയെ ട്രേസ് ഔട്ട് ചെയ്ത് മയക്കുവെടി വെച്ച് പിടിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അതിനെ കയറ്റി കൊണ്ടുവന്ന വണ്ടി ഞങ്ങൾ നെഞ്ഞത്തുകൂടെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുള്ളൂ. ശക്തമായ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും. കാരണം എന്താ പറയുക, ഇവിടെ ജീവിക്കാനുള്ള ഒരു സമരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണം. രാവിലെ എണീറ്റ് വൈകുന്നേരം തിരിച്ചു വരുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. വലിയ സാമ്പത്തികമായിട്ടൊന്നുമില്ല. തോട്ടം തൊഴിലാളികളാണ്, ഏലക്കാടുകളിൽ പണിക്ക് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ രാവിലെ ഇറങ്ങി തിരിച്ചു വീട്ടിലേക്ക് വരുമോ എന്നുള്ള തന്നെ സംശയത്തിന്റെ നിഴലാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ പോകുന്നത്. വനം വകുപ്പിന്റെ 33 പേരടങ്ങുന്ന സംഘമാണ് കുങ്കിയാനകളെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നത്. പ്രദേശത്ത് വനംവകുപ്പ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ പട്രോളിംഗും തുടരുന്നുണ്ട്. കൊലയാളി ആനയെ എത്രയും വേഗം പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, വയനാട്.